ഹലോ ഹായ് ഗുഡ് മോർണിംഗ് ബഡീസ്. എൻ്റെ പേര് ലിഷ എന്നാണ്. എൻ്റെ ഫസ്റ്റ് ടൈം അപ്പോൾ വീഡിയോ ആണ്. ഞാനിപ്പോൾ പുതിയൊരു ചാനൽ തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ ആണിത്. എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണമെങ്കിലൊക്കെ പറയുക കേട്ടോ. എനിക്ക് സംസാരിക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം യൂട്യൂബിലൂടെ നിങ്ങളോടൊക്കെ ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് എന്തൊക്കെ ടോപ്പിക്സാണ് റിലേറ്റഡ് വീഡിയോസാണ് വേണ്ടതെന്ന് എനിക്ക് സജഷനൊക്കെ ഒന്ന് പറയണേ. എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യണം വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. എനിക്ക് ഞാനങ്ങനെ ഒത്തിരി വായിക്കുന്ന ഒരാളൊന്നുമല്ല. എന്നാലും എനിക്ക് കൂടുതലും നമുക്ക് മൈൻഡ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, പീസ് കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മൾ ഈ ഡേ ടു ഡേ ലൈഫിൽ എപ്പോഴും നമുക്ക് ഭയങ്കര സ്ട്രെസ്സും സ്ട്രഗിൾസൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ മടി പ്രോക്രാസ്റ്റിനേഷനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ബുക്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ജസ്റ്റ് ഇങ്ങനെ ബുക്ക് വിൽക്കാൻ ആൾക്കാർ പോകുമല്ലോ, അങ്ങനെ കിട്ടിയൊരു ബുക്കാണ് ഈ ആറ്റമിക് ഹാബിറ്റ്സ് ബൈ ജെയിംസ് ക്ലിയറിൻ്റെ ബുക്ക്. ഇത് നല്ലൊരു ബുക്കാണ് കേട്ടോ. ചെറിയ ചെറിയ ചേഞ്ചസിലൂടെ നമുക്ക് എങ്ങനെ നമ്മുടെ ലൈഫിൽ ഓരോ ഹാബിറ്റ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിട്ടുള്ളൊരു ബുക്കാണ്. നിങ്ങൾക്ക് മടിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ മലയാളം വേർഷനും കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു ബുക്കാണ്. സൂപ്പർ ബുക്കാണ്. അതിൽ ഏറ്റവും ബിഗിനിങ് ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റിയത്, നമ്മളിപ്പോൾ രാവിലെ കിടക്കാൻ അലാറം ഒക്കെ വെക്കുമല്ലോ. അലാറം വെച്ചിട്ട് സ്നൂസ് ചെയ്ത് പോകുമല്ലോ. അപ്പം നമുക്ക് എഴുന്നേൽക്കാനായിട്ട് ഇപ്പം രാവിലെ 5 മണിക്കാണ് എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു 8 മണി 9 മണി എഴുന്നേൽക്കുന്ന ഒരാളാണെങ്കിൽ ചെറിയൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റിയത്, 8 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഒരു 7:55 എഴുന്നേൽക്കാൻ നോക്കുക. ചെറിയൊരു ചേഞ്ച്. അങ്ങനെ പതിയെ ആ ഒരു എഴുന്നേൽക്കുന്ന ടൈമിൽ വ്യത്യാസം വരുത്താൻ പറ്റും. അങ്ങനത്തെ ഒരു ഹാബിറ്റ് നമുക്ക് ചെയ്താൽ നമുക്കത് എഴുന്നേൽക്കുന്ന ടൈം പതിയെ രാവിലെ ആക്കാൻ പറ്റും. നമ്മൾ രാവിലെ എഴുന്നേറ്റാലുള്ള ഗുണമെന്ന് വെച്ചാൽ കുറേ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാവരും ഇപ്പോൾ ടൈമില്ല, എന്ത് കാര്യം പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരാളെ കോൾ ചെയ്താൽ, മെസ്സേജ് ചെയ്താൽ, അല്ലെങ്കിൽ സംസാരിക്കാൻ വിളിച്ചാൽ, ഞാൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. ആരോടെങ്കിലുമൊക്കെ സംസാരിക്കാനോ ഒക്കെ വിളിക്കുമ്പോൾ പറയും അവരെപ്പോഴും ബിസിയാന്ന് പറയും. അതിൻ്റെ കാര്യം നമ്മൾ ലേസി ആയിട്ടിരിക്കുന്നുണ്ട്. നമുക്ക് ടൈം ഉണ്ടാവും, പക്ഷെ നമ്മളെപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇങ്ങനെ ടൈം കളഞ്ഞ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാനും ടൈമില്ലാതെ ആയിപ്പോകും. അങ്ങനെയാണ് എല്ലാവരും എപ്പോഴും ബിസിയാന്ന് പറയുന്നത്. എല്ലാവർക്കും 24 hours ഉള്ളൂ ദിവസത്തിൽ. അപ്പം നമ്മൾ നമ്മുടെ ടൈം അതുപോലെ മാനേജ് ചെയ്യുകയാണെങ്കിൽ, ചെറിയ ചെറിയ കാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ടൈം ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയുന്നത് പറഞ്ഞാൽ സ്ട്രെസ്സിൻ്റെ കാര്യമാണ്. ഇതിപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ ചെറിയ കാര്യങ്ങൾ, ഞാനാണെങ്കിൽ ചെറിയ കാര്യങ്ങൾ പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഇമോഷണൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് നമുക്ക് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം. ആദ്യം നമുക്ക് ചെറിയൊരു മെഡിറ്റേഷൻ ആയിട്ട് തുടങ്ങാം. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ വലിയ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ട. രാവിലെ എഴുന്നേറ്റ് ഉടനെ നമുക്കിപ്പോൾ എല്ലാവരുടെ സ്വഭാവം എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് ഉടനെ മൊബൈലിലേക്ക് നോക്കുക. മൊബൈൽ എടുക്കാതിരിക്കുക. ആദ്യം തന്നെ ഇപ്പം നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുക. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക, അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇന്നത്തെ ദിവസം എനിക്ക് നന്നായിരിക്കും, നല്ലൊരു ദിവസം നന്ദി പറയുക. എന്നിട്ട് മെഡിറ്റേഷൻ, കുറച്ച് ബ്രീതിങ് എക്സസൈസ്, ഡീപ്പ് ബ്രീതിങ് എക്സസൈസ് ഒരു 10 seconds വെച്ച് നമുക്ക് തുടങ്ങാം. 10 seconds, 5 seconds തുടങ്ങിയിട്ട് ഒരു 5 minutes അങ്ങനെ പതിയെ ഇമ്പ്രൂവ് ചെയ്താൽ നമ്മുടെ ആ ഒരു മെൻ്റൽ പീസ് ആൻഡ് പവർ കൊണ്ടുവരാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ചാറ്റിംഗ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ പറയണം. എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഡിയോസ്, എങ്ങനത്തെ വീഡിയോസൊക്കെ വേണ്ടതെന്നൊക്കെ നിങ്ങൾ സജഷൻ തരണം കേട്ടോ. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.